ഹലോ നീറ്റ് ആസ്പിരൻസ്, റീനീറ്റ് എക്സാമിനേഷൻ്റെ പ്രിപ്പറേഷൻസ് കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നുണ്ടടാ? പല മക്കളും ഈ ഒരു പ്രിപ്പറേഷൻ്റെ സമയത്ത് വരുന്ന ഒരു കൺഫ്യൂഷൻ ആണല്ലേ. നമ്മളെ നീറ്റ് 2024 എക്സാം ചില സ്ഥലത്തൊക്കെ ചില ഭാഗങ്ങളിൽ 1500-ലധികം വരുന്ന കുട്ടികൾക്ക് എക്സാം മാറ്റി നടത്തിയപ്പോൾ അല്ലേ, ആ എക്സാമിനേഷൻ്റെ ട്രെൻഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാലും അതിൻ്റെ ഭാഗമായിട്ട് നീറ്റ് 2025 വരുമ്പോൾ എക്സാമിനേഷൻ ടഫായിട്ടുള്ള ഒരു വാർത്ത നമ്മൾ കേട്ടിട്ടുണ്ട്. സോ ആ ഒരു കാര്യം നീറ്റ് 2026 ഈ റീനീറ്റ് എക്സാമിനേഷൻ റിപ്പീറ്റ് ചെയ്യുമെന്നുള്ളൊരു ചോദ്യം നിങ്ങളെ പ്രിപ്പറേഷൻ്റെ ഇടയിൽ നിങ്ങൾ അലട്ടുന്ന ഒരു കാര്യമല്ലേടാ? സോ ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി നോക്കുകയാണെങ്കിൽ എക്സാമിനേഷൻ ടഫ് ആക്കുകയാണെങ്കിലും നമുക്കവിടെ മനസ്സിലാക്കാൻ പറ്റിയത് രണ്ട് ഏരിയയിലാണ് നമ്മൾ മോർ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ടത്. അത് ഒന്നാമത്തത് നമുക്കറിയാം ഫിസിക്സ് തന്നെയാണ്. നമ്മളെ കാൽക്കുലേഷൻസ് വരുന്ന, നമ്മളെ പ്രോബ്ലംസ് വരുന്ന ആ ഒരു ഏരിയയാണ് നമ്മൾ അടിപൊളിയാക്കി എടുക്കേണ്ടത്. അതിനർത്ഥം അത് മാത്രം പഠിച്ചിട്ട് ബാക്കിയുള്ള ബയോളജി പോലെ സബ്ജക്റ്റ് മാറ്റി വെക്കണം എന്നല്ല. ഈ ഒരു സമയത്ത് നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഒരുമിച്ച് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കണം. പക്ഷെ അവിടെ നമ്മൾ മോർ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഫിസിക്സിൽ നിങ്ങൾ കാൽക്കുലേഷൻ വരുന്ന കോൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ട് വരുന്ന ഒരുപാട് കാര്യങ്ങളില്ലേ, അതിലുള്ള നമ്പർ ഓഫ് MCQs നിങ്ങൾ ചെയ്തു പഠിക്കണം. കാരണം അവിടെയാണ് അവർ ചിലപ്പോൾ നമ്മളെ അല്ലെങ്കിൽ ഒന്ന് പരീക്ഷിക്കാനുള്ള സാധ്യത കൂടുതൽ. അതുപോലെ കെമിസ്ട്രിന്റെ കേസിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾ ഫിസിക്കൽ കെമിസ്ട്രിയിലുള്ള ഒരുപാട് ചാപ്റ്റേഴ്സ് ഇല്ലേ, അതിലും നിങ്ങൾ പ്രോബ്ലംസ് ഒരുപാട് MCQs പ്രാക്ടീസ് ചെയ്യേണ്ട സമയമാണ്. സോ ഈ ഒരു രണ്ട് കാര്യങ്ങളുമായി നിങ്ങൾ മുന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ നല്ലൊരു അടിപൊളി സ്കോറിലേക്ക് നമുക്ക് ഈ റീനീറ്റ് നമുക്ക് നേടിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. സോ ഈ രണ്ട് കാര്യം എൻ്റെ മക്കൾ ശ്രദ്ധിക്കണം. അതിൻ്റെ കൂടെ ബയോളജി എങ്ങനെയാണ് നമ്മൾ പ്രിപ്പറേഷൻ നമ്മൾ മുന്നോട്ടേക്ക് നിങ്ങൾ ഓൾറെഡി ചെയ്യുന്ന മക്കളാണ്, ബട്ട് നിങ്ങൾ മണ്ടത്തരം കാണിക്കരുത്. കാരണം പല കുട്ടികളും ബയോളജി അവസാനത്തെ ഒരു 1 വീക്കിലേക്ക് മാറ്റി വെക്കാറുണ്ട്. ആ ഒരു ട്രെൻഡ് നമ്മൾ ഫോളോ ചെയ്യരുത്. എല്ലാ ദിവസവും ബയോളജിയിൽ നമുക്ക് 2 to 3 ചാപ്റ്റേഴ്സ് ഡെയിലി നമുക്ക് റിവിഷൻ പോസിബിൾ ആവണം. NCERT മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്യുക, PYQs മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്യുക. അതുപോലെ ഓർഗാനിക് കെമിസ്ട്രിയിലേക്കും ഇനോർഗാനിക് കെമിസ്ട്രിയിലേക്കും വരുന്ന സമയത്ത് ഇനോർഗാനിക് കെമിസ്ട്രിയിൽ നിങ്ങൾ ബയോളജി എങ്ങനെയാണോ പഠിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ മുന്നോട്ടേക്ക് പോവുക. ഓർഗാനിക് കെമിസ്ട്രിയിൽ കുറച്ചൊരു അപ്ലിക്കേഷൻ ലെവൽ MCQs ഒക്കെ ചെയ്ത് പഠിക്കുന്നത് നല്ലതാണ്. സോ മോർ MCQസിലേക്ക് നിങ്ങൾ മോർ കോൺസെൻട്രേറ്റ് ചെയ്യുക. ബയോളജിന്റെ കേസ് നിങ്ങൾ NCERT ഫോക്കസ് ചെയ്യാം. അപ്പോൾ ലാസ്റ്റത്തെ കഴിഞ്ഞ നീറ്റ് എക്സാം ചെയ്തിട്ട് നിങ്ങൾ 1 മാസം ഫോളോ ചെയ്ത മെത്തേഡിലെ അതൊക്കെ തന്നെയാണ്. പക്ഷേ MCQ ചെയ്ത് പഠിക്കുന്ന സമയത്ത് ഫിസിക്സിനൊക്കെ കേസിൽ കോൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള MCQs ഒക്കെ ചെയ്ത് പഠിക്കാനും വേണ്ടി ശ്രമിക്കുക കേട്ടോ. സോ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം മക്കൾസ്. ഓൾ ദി ബെസ്റ്റ്. ബൈ ബൈ.